ശരിക്കും പറഞ്ഞാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ഇങ്ങനെ ഒരു ഭർത്താവിന്. அந்த பொண்ணுக்கு நம்ம சித்துவ ரொம்ப பிடிச்சது இல்ல நீ கிடைச்சா கூட சூழ்ச்சிச்சா துக்கிക്കണ്ട പറഞ്ഞ മനസ്സിലായല്ലോ. ഞങ്ങളവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ വെറുതെ പറഞ്ഞ വഴക്കൊന്നും പറയല്ലേ. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ ഭയങ്കര സംഭവബഹുലമായ ഒരു കാര്യം നടക്കാൻ പോവാണ് കേട്ടോ. പാറമട വീട്ടിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ലച്ചു അവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവരവിടെ തനിച്ച് മാറി നിന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിലൊരു സല്ലാപത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കേശുവും നമ്മുടെ ലച്ചുവും ഭവാനിയമ്മയും നമ്മുടെ അക്കായും എല്ലാവരും കൂടി വന്ന് ഒളിഞ്ഞു നോക്കി നിൽക്കുവാണ് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട്. അതിനിടെ നമ്മൾ കേശു വലിയ തമാശയായിട്ട് രീതിയിലോട്ട് പറയുകയാണ് ഭവാനിയമ്മ എടുക്കൽ, നമുക്കൊരു കാര്യം ചെയ്യാം, കെട്ടിച്ചം കൊടുക്കാമെന്ന്. ഇത് കേട്ട ഉടനെ ലച്ചു ചാടി കയറി കേശുവിൻ്റെ തൊണ്ടൊക്കെ പിടിച്ചുകൊണ്ടങ്ങ് നിൽക്കുവാണ്. എന്തായാലും അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭവാനി അമ്മ ലച്ചുവിനോടും കേശുവിനോടും അക്കയോടും ഒക്കെ പറയുന്നുണ്ട്, ന്യൂ ജനറേഷൻ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതെല്ലാം കേട്ട് ആകപ്പാട് ഭ്രാന്തെടുത്ത് ലച്ചു ഓടിച്ചെന്ന് അവിടെ നിൽക്കുന്ന കേശുവിനെയും ആ പെണ്ണിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും കൂടെ നല്ല കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോയാണ് ലച്ചു അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ അവരെല്ലാവരും കൂടെ നേരെ അടുക്കളയിലോട്ടാണ് വരുന്നത്. അടുക്കളയിൽ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ കേശുവിൻ്റെയൊക്കെ നിപ്പ് കാണുമോ, നമുക്ക് ചിരി വന്നിട്ട് പോയാൽ ലച്ചു ഒക്കെ ആണെങ്കിൽ ഭ്രാന്തെടുത്ത് നിൽക്കുന്നതൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ അത് കാണാനൊക്കെ രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അപ്പോൾ സിദ്ധു ഇങ്ങനെ ലച്ചുവിനോട് ഇങ്ങനെ രഹസ്യം പറയുന്നതൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ വരരുതെന്നൊക്കെ പറയുന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ആകപ്പാട് എക്സ്പ്രഷൻ ഇട്ട് ഒരു പൊളി ആകാനാണ് സാധ്യത. എന്തായാലും എല്ലാം നല്ല ജഗപുകയായിട്ടുണ്ട് പാറമട വീട്ടിൽ ലച്ചുവിന് പകരം പുതിയൊരു നായികയോ. എന്തായാലും കൊള്ളാം. എപ്പിസോഡ് കണ്ടു നോക്കാം, പിന്നീട് നമുക്ക് അഭിപ്രായം പറയാം.